ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പിണറായി വിജയന്റെ നെഞ്ചിൽ കയറി ഇരുന്നവരല്ല അവരാരും. എത്ര പേരുണ്ട് നിങ്ങളോടൊപ്പം ഇന്ത്യ രാജ്യത്ത്? നിങ്ങൾ എത്ര നേതാക്കന്മാർ നിങ്ങളെ ആകർഷിക്കുന്നു, നിങ്ങളെ ഏറ്റെടുക്കുന്നു? പരിശോധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പിണറായി വിജയൻ ഭരിക്കുന്നു. ഇവിടെ 3ാം ടേമാണ് ഭരിക്കുന്നത്. എന്ത് മുന്താണ്, എന്ത് കൊടച്ചക്രാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് CPM-കാർക്ക് വല്ല ബോധ്യമുണ്ടോ? പാർട്ടിക്കകത്ത് നടക്കുന്ന വാക്കുതർക്കങ്ങൾ നിങ്ങൾക്കറിയോ? പിണറായി വിജയന് എത്ര പിന്തുണയുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ 1.5 ലക്ഷം വോട്ടിനാണ് പിണറായി വിജയന്റെ നാട്ടിൽ ഞാൻ വിജയം കണ്ടെത്തിയത്. ശ്രീ ഗോവിന്ദൻ മാഷിയുടെ മണ്ഡലത്തിൽ 8000 വോട്ടിന്റെ ഭൂരിപക്ഷം, പിണറായി വിജയന്റെ മണ്ഡലത്തിൽ എനിക്ക് 6000 വോട്ടിന്റെ ഭൂരിപക്ഷം. അത്ര ആരാ വോട്ട് ചെയ്തത്? അവിടെ സഖാക്കളാണ് വോട്ട് ചെയ്തത്. എനിക്ക് സഖാക്കൾ വോട്ട് ചെയ്യുന്ന കാലമാണ് ഈ കാലം എന്ന് പറയുമ്പോ മാറ്റങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കകത്ത് വരും കാലങ്ങളിൽ പെട്ടെന്നുണ്ടാകാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം ഇവിടുത്തെ CPM-കാർ ഉൾക്കൊള്ളുന്നത് നല്ലത്. ഞങ്ങളെ ഭയപ്പെടുത്തി ഞങ്ങളെ ഭ്രമിക്കാൻ, നമ്മൾ തകർക്കാൻ നിങ്ങൾ നോക്കണ്ട, അല്ലെ നിശബ്ദരാക്കാൻ നിങ്ങൾ നോക്കണ്ട. ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും തർക്കം വേണ്ട, ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് അതിന് പേടിയുമില്ല. നിങ്ങളോട് കളിക്കാനും നിങ്ങളെ കളിപ്പിക്കാനും നമുക്കൊരു ഭയപ്പാടില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങളെ മുമ്പിൽ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. ഇവിടെ കേരളത്തിൽ ഭരിക്കുന്ന ഈ സർക്കാരിന്റെ ഭരണം ആർക്ക് വേണ്ടിയുള്ള ഭരണം? ഇവിടുത്തെ തൊഴിലാളികളില്ല ഈ നാടിൽ. ആയിരക്കണക്കിന് തൊഴിലാളികളുള്ള നാടല്ലേ ഈ നാട്. തൊഴിലാളികൾക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാർ എന്ത് ചെയ്തു? ആശാ വർക്കർമാർ, പാപം, 100 കണക്കിന് ആശാ വർക്കർമാർ ഇവിടെ പോലീസുകാരോട് പറയാണ്, പോലീസുകാരെ ആവശ്യമില്ലാത്ത തർക്കവും വിതർക്കവും ഉണ്ടാക്കണ്ട, പോലീസിനെയും നമ്മൾ ഭയപ്പെടില്ല എന്ന് നിങ്ങൾ ഓർത്തോണം. നിങ്ങളെ വേണ്ടി വന്നാൽ നിങ്ങൾ ഈ കൈകാര്യം ചെയ്യും. അവിടെ പോകാനുള്ള വഴി കൊടുക്കണം. വാഹനം പോകാൻ നിങ്ങൾക്ക് വഴി കൊടുക്കണം. വാഹനം പോകണം. വാഹനം ബ്ലോക്ക് ചെയ്യരുത് എന്ന് ഞാൻ പാർട്ടിക്കാരെ ഓർമ്മിപ്പിക്കുകയാണ്. വാഹനം കടത്തിവിടൂ. അതുകൊണ്ട് പിണറായി വിജയന്റെ ഭരണം ആർക്ക് വേണ്ടിയാണ്? തൊഴിലാളികൾക്കാണോ? അല്ല മുതലാളിമാർക്കാണോ? തൊഴിലാളിക്കുമല്ല. അദ്ദേഹം ഭരിക്കുന്നത് കോടാനുകോടികൾ പണം സമ്പാദിക്കാനാണ്. അദ്ദേഹത്തിന്റെ കോടികൾ കൊണ്ടുവന്ന സ്വർണം കൊണ്ടുവന്ന കോടികൾ, ഈ സ്വർണം കൊണ്ടുവന്ന കോടികൾ, അതുപോലെ തന്നെ നമ്മുടെ കരിമണലിൽ നിന്നുള്ള കോടികൾ, ഇതൊക്കെ എവിടെയാണ് കൊണ്ടുപോയി വെച്ചത് എന്ന് നിങ്ങളൊന്ന് പിണറായി വിജയനോട് സ്വകാര്യം ഫോണിൽ ചോദിക്കണം. എവിടെയാണ് ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്? ബാങ്കിലില്ല. ബാങ്കിൽ ഈ പണമൊന്നുമില്ല. ഈ പണം എവിടെ? പണം പോയതെല്ലാം ഒരു മകളുടെ അക്കൗണ്ടിലേക്കാണ്. വീണ എന്ന് പറയുന്ന പൊന്നുമകൾ, ഒരച്ഛൻ, ഇത്രയേറെ മകളെ സ്നേഹിക്കുന്ന ഒരച്ഛൻ ഈ ചരിത്രത്തിൽ ഇന്ത്യയിലുണ്ടോ എന്ന് നമുക്ക് ഓർക്കണം. ഒരു പൊന്നുമോൾക്ക് വേണ്ടി ഈ നാടിന്റെ പൊതുസമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയ ഒരു